നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. നിയമപരമായ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ സമയത്ത് ദേശീയഗാനം, ദേശീയഗീതം പാടണം എന്ന് ഒരു ട്രഡീഷൻ നമ്മുടെ രാജ്യത്തിലുണ്ട്. പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം പ്രകാരം ദേശീയ ഗീതം പാടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പാടണമെന്ന് ഒരു നിയമമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു ഇന്നലെ. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിൽ അത് സ്മൂത്തായിട്ട് നടന്നു. എല്ലായിടത്തും ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും ദേശീയഗീതവും ദേശീയഗാനം അത് ഏത് സർക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും അത് പാടി. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എല്ലാ സംസ്ഥാനത്തിലും സ്വാതന്ത്ര്യദിനം ഇന്നലെ അവിടുത്തെ സർക്കാരും അവിടുത്തെ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു ഭരണഘടന വഴി ഭരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ. നിയമപരമായ ഭരണം, നിയമ സംവിധാനം, റൂൾ ഓഫ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ ചൈനയല്ല, റഷ്യയല്ല, മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു രാജ്യമല്ല. ഇവിടെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു റിട്ടൺ റൂൾ ഓഫ് ലോ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? കേരളത്തിൽ മാത്രം ഈ ദേശീയ ഗീതം പാടാൻ ഇവിടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. അവർ ഒരു റിട്ടൺ സർക്കുലർ പ്രകാരം അവരുടെ റിട്ടൺ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് ദേശീയ ഗാനം മാത്രമാണ് പാടേണ്ടത്. ഇത് ചെയ്യുന്ന മുഖ്യമന്ത്രി ഭരണഘടനേൻ്റെ കയ്യിൽ വെച്ച് ഭരണഘടന മേൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ്. റൂൾ ഓഫ് ലോ പാലിക്കും, ഭരണഘടനയെ ലംഘിക്കില്ല, പാലിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ കൃത്യമായി BJP പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നിലപാട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ഞാൻ ജനങ്ങൾ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലൊരു സംശയവുമില്ല, ഈ സർക്കാർ VD സതീശൻ നയിക്കുന്ന ഈ സർക്കാർ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, നിയമങ്ങളെ ലംഘിച്ചു. ഇത് ഈ നാട്ടിൽ, ഈ രാജ്യത്തിൽ ഏത് നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമില്ല, അത് തീരുമാനിക്കാൻ ആർക്കും അനുവാദമില്ല. നിയമങ്ങൾ പാലിക്കണം, നിയമങ്ങൾ ലംഘിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തായിരിക്കും കോൺസിക്വൻസസ്? അത് ലീഗലായിരിക്കോ, പൊളിറ്റിക്കലായിരിക്കോ, ലീഗലും പൊളിറ്റിക്കലായിരിക്കോ? ഇതെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ അതെല്ലാം ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ മുമ്പോട്ട് അവതരിപ്പിക്കും. പക്ഷേ ചെയ്തത് ഇതിലാർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും എല്ലാവർക്കും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ ഭരണഘടനയും ലംഘിച്ചു, നിയമ സംവിധാനത്തിനെയും ഈ സർക്കാർ മനഃപൂർവ്വം ലംഘിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, ഹിമാചൽ പ്രദേശിൽ BJP അല്ലാത്ത കോൺഗ്രസ് സർക്കാർ ദേശീയ ഗീതം പാടുമ്പോൾ, ജമ്മു ആൻഡ് കശ്മീർ ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റിൽ ദേശീയ ഗീതം പാടുമ്പോൾ
എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം, എന്ത് കാരണവശാലാണ് ഈ കേരളത്തിൽ മാത്രം ഇത് നടക്കുന്നത്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ മറുപടി ഞങ്ങൾ നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, പാർട്ടി മുമ്പോട്ട് വെച്ചൊരു കാര്യം ഞാൻ ഇന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിനെയും കേരള രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീം ചെയ്ത് അവർ ഭരണത്തിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അപകടം ഇവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. 80 കൊല്ലം മുമ്പേ ഈ ഇന്ത്യനെ പാർട്ടിഷൻ ചെയ്തത് ഇന്ത്യൻ മുസ്ലിം ലീഗും അത് നയിക്കുന്ന ജിന്നയായിരുന്നു. ഇന്ന് മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു വിഷയമില്ല, പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രം ഈ പ്രശ്നമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൺട്രോൾ ചെയ്യുന്ന വി.ഡി. സതീശൻ്റെ സർക്കാർ. ഞാനിത് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ ഒരു വിവാദം സൃഷ്ടിക്കാനല്ല പറഞ്ഞത്. ഏറെ ഉത്തരവാദിത്വം കൊണ്ടും റെസ്പോൺസിബിലിറ്റി പറയുന്ന എന്താണ് വ്യത്യാസം കർണാടകയും കേരളത്തിലും, എന്താണ് വ്യത്യാസം തെലങ്കാനയും കേരളത്തിൻ്റെ കോൺഗ്രസ് ഭരണത്തിൽ? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഈ സർക്കാരിൻ്റെ മേൽ ഒരു ഇൻഫ്ലുവൻസ് അല്ല, കൺട്രോൾ. മുസ്ലിംസിന് ഇതൊരു ഇഷ്യൂ അല്ല, ക്രിസ്ത്യാനികൾക്കൊരു ഇഷ്യൂ അല്ല, ഹിന്ദുക്കൾക്കൊരു ഇഷ്യൂ അല്ല. ദേശീയ ഗീതം, ദേശീയ ഗാനം അവരാരെയും ബാധിക്കുന്നില്ല. ഒന്ന് ആലോചിക്കൂ. ദേശീയ ഗാനം ജനഗണമന ഇന്നിപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് പാടണ്ട, കാരണം അതിൽ എൻ്റെ സംസ്ഥാനത്തിൻ്റെ പേരില്ല, ദ്രവിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പറയുന്നത് വന്ദേ മാത്രം ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല എന്ന്? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ വിഭജിക്കാനും ആ രാഷ്ട്രീയം, മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോൾ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. തകരാറുണ്ടാവും, അപകടം ഉണ്ടാവും. നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഇത് നിയമങ്ങൾ പാലിക്കണം. നിങ്ങൾക്ക് ഒരു അനുവാദവും ഇല്ല. നിങ്ങൾ ദേശീയ ഗാനം പാടില്ല, ദേശീയ ഗീതം പാടില്ല, ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ ഞങ്ങൾ പാലിക്കില്ല, അതിനൊന്നും ആർക്കും അനുവാദമില്ല. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. വന്ദേ മാതരം ദേശീയ ഗീതമാണ്. വന്ദേ മാതരം പാടണം എന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നാടിൻ്റെ നിയമമാണ്, രാജ്യത്തിൻ്റെ നിയമമാണ്. അതിനെ പാലിക്കാനൊരു ഫ്ലെക്സിബിലിറ്റി ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അവസാനം പറയുന്നത്, ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്. അതിന് കോൺസിക്വൻസസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു വക്കീലല്ല, ഞാനൊരു ലോയിൽ വിദ്വാനല്ല. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് ഇത് കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. മറ്റേത്, ഇങ്ങനത്തെ രാഷ്ട്രീയം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ BJP വിവാദത്തിൽ പെടാനോ വിവാദം ഉണ്ടാക്കാനോ ഒരു കെയോസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നാടിനെ വിഭജിക്കാൻ ഈ മുഹമ്മദ് അലി ജിന്ന ചെയ്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അവരുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാൽ ഞങ്ങളത് അങ്ങനെ കൊടുക്കില്ല, വിട്ടുതരില്ല. ഇന്നു മുതൽ BJP ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളൊരു വലിയ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു. ഈ വിഭജന രാഷ്ട്രീയം, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വിതിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിനെ എതിർക്കാൻ BJPയും NDA ഉണ്ടാവും
എന്ന് ഇന്നു മുതൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരും യുവമോർച്ചയും എല്ലാവരും ഒരുമിച്ച് ഇതിനു വേണ്ടി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്നലെ AICC നടന്ന ആ കോമാളി ഞാൻ എന്ത് പറയാനാ? ഞാൻ 20 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. ഒരു എന്താ പറയുക, ഈ രാജ്യം സ്വാഗതം ചെയ്ത ഒരു മഹിള ദേശീയ ഗീതം പാടുമ്പോൾ അത് നിർത്താൻ ശ്രമിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവരുടെ രാഷ്ട്രീയം എന്താണ്, ഇവരുടെ താല്പര്യം എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ പേരിൽ എത്ര കൊല്ലം രാഷ്ട്രീയം ചെയ്ത ഈ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. ഇന്ന് പോളിറ്റിക്സിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് ലെവലിലും പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. ഭരണഘടനയുടെ എതിരെയും നിയമം സംവിധാനത്തിൻ്റെ എതിരെയും പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇതാണ് അപകട രാഷ്ട്രീയം. ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നു. അല്ല, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രീച്ചാണ്, ലീഗൽ ബ്രീച്ചാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി സ്വോൺ ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ത്യൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നു, പാലിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു ചെറിയ ആളല്ലേ, എന്നേക്കാൾ കൂടുതൽ വിദ്വാനായ കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം അത് പരിശോധിക്കും, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ നാട്, ഈ രാജ്യം ഒരു റൂൾ ഓഫ് ലോ പാലിക്കുന്ന രാജ്യമാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ കെയോസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആർക്കും ഗുണം ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് പഠിച്ച് അത് ചെയ്യും. ഹോം മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്, ഫ്ലാഗ് ഫർലിങ്ങിൻ്റെ സമയത്തും അൺഫോൾഡിങ്ങിൻ്റെ സമയത്ത് ദേശീയ ഗീതവും ദേശീയ ഗാനം പാടണം. അതൊരു നിയമം. ദേശീയ ഗീതം, ദേശീയ ഗാനം. അപ്പോൾ ഇതിൽ നോക്കുക, ഞാനിപ്പോൾ ഇവിടെ ലീഗൽ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെല്ലാവരും ലീഗൽ എക്സ്പെർട്ട് ആയിരിക്കും, നോ ഇഷ്യൂ. നിങ്ങളുടെ ലീഗൽ നോളജ് നിങ്ങൾ വെച്ചോളും, നോ ഇഷ്യൂ. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് പരിശോധിച്ച്, ഞാൻ പ്രൈമ ഫേസി പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിയമ ലംഘന നടന്നിട്ടുണ്ട് എന്ന് എനിക്കൊരു സംശയമില്ല. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ ലോയേഴ്സിനും ഒരു സംശയമില്ല. ഈ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് എല്ലാ മലയാളികളുടെ പ്രശ്നമാണ്, ദേശസ്നേഹികളുടെ പ്രശ്നമാണിത്. ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഇനിയിപ്പോൾ നാളെ മറ്റൊരു സംസ്ഥാനത്തിൽ ഞാൻ ജനഗണമന പാടില്ല, കാരണം അത് എൻ്റെ സ്റ്റേറ്റിൻ്റെ പേരില്ല അതിൽ, തുടങ്ങിയാലോ? അത് നോക്കൂ, ഇതെല്ലാം സുവമോട്ടോ എടുക്കേണ്ട കാര്യങ്ങളാണ്. സുവമോട്ടോ എടുക്കാനും സർക്കാരിന് സാധിക്കും. അത് കമലേഷ്, അത് നിങ്ങളാണ് പറയുന്നത്. എനിക്കിതുവരെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും കിട്ടിയിട്ടില്ല. ഞാൻ TV കാണുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ ചർച്ച ഉണ്ടാക്കുന്നു. ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, ആരാണ് എടുത്തത്, എന്താണ് ഡിസിപ്ലിനറി കമ്മിറ്റി തീരുമാനിച്ചത്, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ എനിക്കൊരു മെമ്മോ ആയിട്ട് അയച്ചാൽ മതി. നോക്കൂ, അല്ല, ഈ വിഷയം കഴിഞ്ഞോ? ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അല്ല, എനിക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓക്കെ, നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെല്ലാം പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? ഞാൻ വന്നിട്ടിപ്പോൾ 1 കൊല്ലം, എത്ര മാസമായി? 4 മാസമായി, 1.5 കൊല്ലമായി. അതിൽ എത്ര ഷോ കോസ് നോട്ടീസ് പോയിട്ടുണ്ടല്ലോ. അതൊരു ഒരു സാധാരണ ഒരു നോർമൽ ഇഷ്യൂ അല്ലേ? എന്തിനാണ് നിങ്ങൾ ഒരു കേസിനെ പിടിക്കുന്നത്? അത് ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് മെക്കാനിസം ഉണ്ട്. അത് അവർക്ക് നാച്ചുറൽ ജസ്റ്റിസിന് ആരാണെങ്കിലും A person, B person, C person, അവർക്ക് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് വഴി പാർട്ടി മുമ്പോട്ട് പോകും. പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷനലൈസ് ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരാണ് വിദ്വാന്മാർ. ഈ കഴിഞ്ഞ 1.5 കൊല്ലം ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര ഡിസിപ്ലിനറി ആക്ഷൻ നടന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാം? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്? ഈ പാർട്ടി എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആവശ്യമായിട്ട് നിങ്ങൾ തുടങ്ങേണ്ടത്? ഇത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ്സാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ
നന്നായിട്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടല്ലോ. അല്ല നോക്ക്, അല്ല ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു അത് നിങ്ങൾ ആരാ പറഞ്ഞത്? നിങ്ങളല്ല പറഞ്ഞത്. ഓക്കെ, ഇനി വിടും. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മിനിറ്റ് ഇനി ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ ഇനി കൂടുതൽ പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സമയമില്ല, പറയാൻ താല്പര്യമില്ല.